Hi friends, welcome back to Sarika's vlog. പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതുവരെയും ആരോഗ്യ സേതു ആപ്പിലൂടെയോ അല്ലെങ്കിൽ കോവിൻ വെബ്സൈറ്റിലൂടെയോ മാത്രമേ നമുക്ക് കോവിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൂടെയും വളരെ എളുപ്പത്തിൽ കോവിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഗവൺമെൻറ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് നമ്പറായ 9013151515 എന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. അതിനുശേഷം കൊറോണ ഹെൽപ്പ് ഡെസ്കിൻ്റെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു 6 ഡിജിറ്റ് OTP നിങ്ങളുടെ നമ്പറിൽ ലഭിക്കും. ഇത് ആ വാട്സപ്പ് ചാറ്റിൽ എൻ്റർ ചെയ്യുക. ഇത് 30 സെക്കൻഡിനുള്ളിൽ തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് കോവിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസേഴ്സിൻ്റെ പേര് വരും. 1, 2, 3 എന്നിങ്ങനെ ക്രമനമ്പർ ഇട്ടിട്ടായിരിക്കും പേര് വരിക. ഈ വാട്സപ്പ് നമ്പറിൽ നിന്നും ഒരു പേര് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഇനി നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ ക്രമനമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ വാട്സപ്പ് ചാറ്റിൽ താഴെയായിട്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തോ പ്രിൻ്റ് ചെയ്തോ സേവ് ചെയ്തോ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒരേ വാട്സപ്പ് നമ്പറിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കി ആളുകളുടെ കൂടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവരുടെ ക്രമനമ്പർ ടൈപ്പ് ചെയ്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ബാക്കി ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഇതേ കൊറോണ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉപയോഗിച്ച് തന്നെ വാക്സിനേഷൻ സെൻറ്റേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കൊറോണ വൈറസ് പാൻഡമിക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഒക്കെ ലഭിക്കുന്നതാണ്. കൊറോണ വൈറസിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുവാനായി കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്നിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ് ഇത്. എന്നാൽ ഇപ്പോൾ ഇത് കൊറോണയുമായി ബന്ധപ്പെട്ട മറ്റു പല ആവശ്യങ്ങൾക്കും കൂടി ഉപയോഗിച്ചു വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.